ശബരിമല സ്വർണ്ണക്കൊള്ള ദേവസ്വം ബോർഡിന്റെ അറിവോടെയെന്ന് രണ്ടാം എഫ്ഐആർ. കട്ടിളപ്പടിയിലെ സ്വർണ്ണ കവർച്ചയിൽ 8ാം പ്രതിയായി ചേർത്തിരിക്കുന്നത് 2019 ദേവസ്വം ബോർഡിനെ. ആരുടെയും പേര് എഫ്ഐആറിലില്ല. വ്യവസ്ഥാപിതമായതിൽ നിന്ന് മാറിയൊന്നും ചെയ്തിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ. കേസിൽ ഭരണസമിതി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമപരമായി നേരിടുമെന്നും പത്മകുമാർ. പഴയ സ്വർണ്ണപ്പാളി എവിടെ പോയെന്നറിയില്ലെന്ന് പുതിയ വാതിൽ നിർമ്മിച്ച ശില്പി. ഇളവള്ളിയിൽ വെച്ച് വാതിൽ നിർമ്മിക്കാമെന്ന് അറിയിച്ചിട്ടും ബംഗളൂരുവിൽ നിർമ്മാണം നടത്തണമെന്ന് നിർദ്ദേശിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് ഇളവള്ളി നന്ദൻ. സ്വർണ്ണക്കവർച്ച അന്വേഷണ നടപടി തുടങ്ങി ഇഡിയും. അമിക്കസ് ക്യൂറിയുടെ സ്ട്രോങ് റൂം കണക്കെടുപ്പ് തുടരുന്നു. ഏറ്റവും കൂടുതൽ കൊള്ള നടന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെന്ന് മന്ത്രി സജി ചെറിയാൻ. മുഖം നോക്കാതെ നടപടിയെന്ന് വി ശിവൻകുട്ടി. ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൻ ഇഡി സമൻസിന് ഹാജരാകാതിരുന്നിട്ടും തുടർ നടപടി നിലച്ചതിലെ ദുരൂഹത തുടരുന്നു. വിവേകിന്റെ പങ്കിന് വേണ്ടത്ര തെളിവില്ലാത്തതുകൊണ്ടെന്ന് ഇഡിയുടെ വിശദീകരണം. മകന്റെ സമൻസിനെ കുറിച്ച് മുഖ്യമന്ത്രി പാർട്ടിയിലും വിശദീകരിച്ചില്ലെന്ന് സൂചന. ഗാസയിൽ ഹമാസ് ഇസ്രയേൽ വെടിനിർത്തൽ കരാർ അന്തിമ ചർച്ചകൾക്കായി പോകുന്നതിനിടെ വാഹനാപകടം. 3 ഖത്തർ നയതന്ത്ര ഉദ്യോഗസ്ഥർ മരിച്ചു. 2 പേർക്ക് പരിക്ക്. ഗാസ വെടിനിർത്തൽ കരാർ ഒപ്പിടുന്നതിനുള്ള ഉച്ചകോടി നാളെ. ട്രംപും മാക്രോണും സ്റ്റെയ്മറും ഉൾപ്പെടെ 20 ലോക നേതാക്കൾ സാക്ഷ്യം വഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. മലപ്പുറത്ത് വീണ്ടും ശൈശവ വിവാഹത്തിന് നീക്കം. പ്രതിശ്രുത വരനും വീട്ടുകാർക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കുമെതിരെ കേസെടുത്തു കാടാമ്പുഴ പോലീസ്. മാറാക്കര മരവട്ടത്ത് 14-കാരിയുടെ വിവാഹ നിശ്ചയം നടന്നത് ഇന്നലെ. പെൺകുട്ടിയെ CWC ഏറ്റെടുത്തു. 2024-25 കാലയളവിൽ നടന്നത് 18 ശൈശവ വിവാഹങ്ങളെന്ന് വനിതാ ശിശുവികസന വകുപ്പിന്റെ കണക്കുകൾ. ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റ സംഭവത്തിൽ പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടി. സമരങ്ങൾക്കിടയിൽ പരിക്കുകളേൽക്കുന്നത് പുതിയ സംഭവമല്ലെന്നും നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ പോലീസ് കൈകാര്യം ചെയ്യുമെന്നും മന്ത്രി. ഷാഫി പറമ്പിലിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ്. പേരാമ്പ്രയിൽ ചൊവ്വാഴ്ച രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താൻ LDF. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ 2019 ദേവസ്വം ഭരണസമിതിയെ കൂടി പ്രതി ചേർത്ത് എഫ്ഐആർ. 2ാം എഫ്ഐആറിലാണ് പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതിയെ പ്രതി ചേർത്തിരിക്കുന്നത്. ശ്രീകോവിലെ കട്ടിളപ്പാളികൾ കൊണ്ടുപോയി സ്വർണ്ണമുരുക്കിയ കേസിലാണ് 8ാം പ്രതിപട്ടികയിൽ ദേവസ്വം ഭരണസമിതി ഉൾപ്പെട്ടിട്ടുള്ളത്. ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് 2 എഫ്ഐആറുകളാണ് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിൽ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് ആദ്യ എഫ്ഐആറിലും കട്ടിളപ്പാളികൾ ഇളക്കിയത് 2ാമത്തെ എഫ്ഐആറിലുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ എഫ്ഐആറിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ 10 പേർ പ്രതികളാണ്. 2ാമത്തെ എഫ്ഐആറിലാണ് 2019 ദേവസ്വം ഭരണസമിതിയെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 8ാമത്തെ പ്രതിസ്ഥാനത്താണ് അന്നത്തെ ദേവസ്വം ഭരണസമിതി ചേർത്തിരിക്കുന്നത്. പത്മകുമാർ പ്രസിഡന്റായ ഭരണസമിതിയാണ് 2019 ഉണ്ടായിരുന്നത്. എന്നാൽ പേരുകൾ പ്രതിപാദിക്കുകയോ എത്ര പേരുണ്ടെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. കട്ടിളപ്പാളികൾ ഉൾപ്പെടെ ഇളക്കി മാറ്റിയപ്പോൾ കൃത്യമായ അനുവാദം വാങ്ങിയില്ല എന്നുള്ളതും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ കൂടെ പോയില്ല എന്നുള്ളതും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദേവസ്വം ബോർഡിന് ഇതിലൂടെ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായി എന്നും ഇതിന് ഭരണസമിതിയും കാരണമായി എന്നുമാണ് പറയുന്നത്. 2ാമത്തെ എഫ്ഐആറിലും 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും 2ാം പ്രതി അദ്ദേഹത്തിന്റെ കൂട്ടാളി കൽപേഷുമാണ്. 3ാം പ്രതി ദേവസ്വം കമ്മീഷണറും 4ാം പ്രതി തിരുവാഭരണ കമ്മീഷണറുമാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവരും പ്രതിപട്ടികയിലുണ്ട്. ദേവസ്വം വിജിലൻസും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം SITയും അന്വേഷണം നടത്തുമ്പോഴാണ് ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകൾ പുറത്തുവരുന്നത്. SIT സംഘം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും പരിശോധന നടത്തുന്നുണ്ട്. കുറ്റവാളികൾ ആരായാലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും നിയമസഭയ്ക്കകത്തും പുറത്തും വ്യക്തമാക്കിയ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എഫ്ഐആറിനെ കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ലെന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒന്നും ചെയ്തിട്ടില്ലെന്നും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ. പറയേണ്ടിടത്ത് മറുപടി പറയുമെന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, ഇപ്പം ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ സത്യസന്ധമായി നടക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് നല്ല അഭിപ്രായമുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അവർ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് കോടതിയിൽ അക്കാര്യങ്ങൾ തെളിയിക്കാൻ കഴിയും.
എൻ്റെ ഭാഗത്തോ എൻ്റെ ഭരണസമിതിയുടെ കാലത്തോ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കണമെന്ന് തന്നെയാണല്ലോ ഞാനൊന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും യാതൊരു ബേജാറുമില്ല. പഴയ സ്വർണ്ണപ്പാളി എവിടെ പോയെന്ന് അറിയില്ലെന്ന് പുതിയ വാതിൽ നിർമ്മിച്ച ശില്പി എളവള്ളി നന്ദൻ. പഴയ സ്വർണം പൂശിയ വാതിൽ നിന്ന് സ്വർണ്ണപ്പൂട്ട്, അതായത് കോൽപ്പൂട്ട് മാത്രമാണ് എടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. പഴയ വാതിൽ ഊരിയിട്ട് അതിൻ്റെ അളവൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പുതിയ വാതിലുണ്ടാക്കിയത്. ആ പഴയ വാതിലിൻ്റെ ലോക്ക് മാത്രം പുതിയ വാതിലിലേക്ക് വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഡോർ അവിടെ ഊരി കൊടുത്തു. ബാക്കി എന്താ ചെയ്തുള്ളത് എനിക്കറിയില്ല. ഡോറ് നമ്മൾ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ വിജിലൻസിന്റെ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ തനിക്കറിയില്ലെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മാധ്യമങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അറിയുന്നത്. ഇത് വായിക്കുവാനോ പഠിക്കുവാനോ സമയം കിട്ടിയിട്ടില്ലെന്നും 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഞാൻ യഥാർത്ഥത്തിൽ റിപ്പോർട്ടിനെ സംബന്ധിച്ചൊന്നും തന്നെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇന്ന് രാവിലെ ഒരു മാധ്യമ പ്രവർത്തകൻ അറിഞ്ഞപ്പോഴാണ് 2 മുൻ പ്രസിഡന്റുമാർ 2 പേര് FIRൽ പ്രതി ചേർത്തതായിട്ട് മനസ്സിലാക്കുന്നത്. എന്തിനു പ്രതി ചേർത്തു എന്നും എനിക്കറിയില്ല. അത് പഠിച്ചാലും മനസ്സിലാക്കിയാലേ എന്തെങ്കിലും പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു സത്യസന്ധമായിട്ടുള്ള ശരിയായിട്ടുള്ള അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണ്. അതേസമയം അന്വേഷണം നടക്കട്ടെ എന്ന് ദേവസ്വം മന്ത്രി VN വാസവനും പ്രതികരിച്ചു. 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇതിനുള്ളിൽ മുഴുവൻ കാര്യങ്ങളും വെളിയിൽ വരുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന വരട്ടെ, അന്വേഷണം നടക്കുകയല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവർ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 10 പേരെ പ്രതി ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി 1ാം പ്രതിയായിട്ടാണ് നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത്. ആ FIRൽ ആരൊക്കെ വരുന്നതൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് അതിൻ്റെ അന്വേഷണം നടക്കട്ടെ. 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പം ശബരിമല സ്വർണ്ണ കവർച്ചയിൽ FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അന്വേഷണം ഊർജിതമാക്കിയ SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുക്കാനാണ് നീക്കം. അതിനുശേഷം മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. SIT സംഘം പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്തായിരിക്കും അന്വേഷണം. ദ്വാരപാലക, ശില്പപ്പാളി, കട്ടിള എന്നിവയിൽ നിന്ന് സ്വർണം കവർന്ന 2 കേസുകളിലായി ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി രേഖപ്പെടുത്തും. ഇതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഹാജരാകാൻ SIT ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം. അതിനുശേഷം മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. നിലവിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയെ പ്രതിയാക്കിയിട്ടില്ല. കൂടുതൽ അന്വേഷണത്തിന് ശേഷമായിരിക്കും പ്രതി ചേർക്കുക. വേർതിരിച്ചെടുത്ത സ്വർണം ഒരു സുഹൃത്തിന് നൽകിയെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതനുസരിച്ച് ഒരു സുഹൃത്തിന് കൈമാറിയെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെയും മൊഴി. അതാരാണെന്ന് കണ്ടെത്തുകയാണ് പ്രധാനം. SITയിൽ പുതുതായി ഉൾപ്പെടുത്തിയ അംഗങ്ങൾ ഉൾപ്പെടെ പല വിഭാഗങ്ങളായി തിരിഞ്ഞാകും അന്വേഷണം. വ്യത്യസ്ത ടീമുകളായി തിരിഞ്ഞ് ചെന്നൈയിലേക്കും ബംഗളൂരുവിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് EDയുടെ നീക്കം. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടും മൊഴികളും ED പരിശോധിക്കും. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമായിരിക്കും ECIR രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ശബരിമല സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ ഇന്നും അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിൽ പരിശോധന തുടരുകയാണ്. അറ്റകുറ്റപ്പണി കഴിഞ്ഞ ദ്വാരപാലക ശില്പപാളികളാണ് അമിക്കസ് ക്യൂറി പരിശോധിക്കുക. ഒപ്പം വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു നൽകിയ പഴയ വാതിലുകളെ സംബന്ധിച്ചും കൃത്യമായ പരിശോധന നടത്തും. കണ്ണൻ ദേവ് ചേരുന്നു വിവരങ്ങളുമായി. കണ്ണൻ, കഴിഞ്ഞ ദിവസം തുടങ്ങിയ പരിശോധനയാണ് ഇന്നും തുടരുന്നത്. എങ്ങനെ പോകുന്നു പരിശോധന? അതേമായ കഴിഞ്ഞ ദിവസത്തെ പരിശോധനയുടെ തുടർച്ചയാണ് ഇന്നും പരിശോധന നടക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്ട്രോങ് റൂമിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുപ്പും അത് സംബന്ധിച്ചുള്ള മൂല്യനിർണ്ണയവും ഒക്കെയാണ് നടന്നതെങ്കിൽ ഇന്ന് വിവാദമായ സ്വർണ്ണപാളി സംബന്ധിച്ച് ദ്വാരപാലക ശില്പത്തിലെ പാളികൾ സംബന്ധിച്ചാണ് പരിശോധന നടക്കുന്നത്. അത് രാവിലെ മുതൽ തുടങ്ങിയതാണ്. ഇന്ന് അത് വൈകുന്നേരം തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ടതിൽ ഈ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടും നിർമ്മാതാക്കളായ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയോടും സന്നിധാനത്ത് എത്താൻ ഈ ജസ്റ്റിസ് KT ശങ്കരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ മാസം 17-ന് ശബരിമലയിൽ ഈ ദ്വാരപാലക ശില്പത്തിൽ ഈ പാളികൾ പതിപ്പിക്കുന്നതിന് പതിപ്പിക്കുന്ന സമയത്ത് അവരുടെ സാന്നിധ്യം ആവശ്യമുണ്ട് എന്ന തരത്തിലാണ് വിവരങ്ങൾ വരുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഈ പുതിയ കേസുകളൊക്കെ എടുത്ത പശ്ചാത്തലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് എത്തുമോ എന്നത് സംശയമാണ്. അത്തരം കാര്യങ്ങൾ ഇനിയും വരും ദിവസങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്നത്തെ കണക്കെടുപ്പ് പുരോഗമിക്കുകയാണ്.
നാളെയും ഇത്തരത്തിൽ ഇപ്പൊ കണക്കെടുപ്പ് തുടരേണ്ടതുണ്ട്, പരിശോധന തുടരേണ്ടതുണ്ട്. ഇന്ന് സന്നിധാനത്തെ പരിശോധനകൾ ഇന്ന് അവസാനിക്കുകയാണെങ്കിൽ നാളെ തന്നെ കൃത്യമായി ആറന്മുളയിലും പരിശോധന നടക്കും. മായ. ശരി, പരിശോധനയ്ക്കിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് സന്നിധാനത്തേക്ക് എത്താൻ ജസ്റ്റിസ് KT ശങ്കരൻ ആവശ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുമോ എന്നുള്ളൊരു കാര്യത്തിൽ സ്ഥിരീകരണമില്ല. കണ്ണൻ ദേവാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ ഏറ്റവും കൂടുതൽ കൊള്ള നടന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെന്ന് മന്ത്രി സജി ചെറിയാൻ. ശബരിമല വിഷയത്തിൽ ഇന്ന് UDFന്റെ നൊമ്പരവും കണ്ണുനീരുമാണ്. പ്രതിഷേധങ്ങൾ എന്തിനെന്ന് പോലും പ്രതിപക്ഷത്തിന് അറിയില്ല. ശബരിമലയിലേക്കുള്ള റോഡുകൾ നശിച്ചത് UDFന്റെ കാലത്താണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഭയങ്കര പ്രതിഷേധം നടത്തുന്നത് എന്തോ നമുക്ക് തന്നെ അറിയത്തില്ല. അവരുടെ ഭരണകാലത്ത് ഈ ശബരിമലയിലോട്ടൊന്നും ഒരു റോഡിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റും. മികച്ച കുണ്ടും കുഴിയും കാണണമെങ്കിൽ ശബരിമലയിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പോയാൽ മതി. ഒരുമാതിരിപ്പെട്ടവൻ പോയി തിരിച്ചു വരത്തില്ല. വന്നാൽ നട്ടല് കാണത്തില്ല. അത്ര നല്ല മനോഹരമായ റോഡായി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊള്ള നടന്നത് അവരുടെ കാലത്താണ് ശബരിമല. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ തെറ്റ് ചെയ്തവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ആരായിരുന്നാലും മുഖം നോക്കാതെ നടപടി ഉണ്ടാകും. പാർട്ടിക്കാരനാണോ അല്ലയോ എന്നത് വിഷയമല്ലെന്നും മന്ത്രി പറഞ്ഞു. ശബരിമല വിഷയത്തിൽ യഥാർത്ഥ പ്രതികൾ ഒളിഞ്ഞിരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. CPM അറിയാതെ ഒന്നും നടക്കില്ല. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഉത്തരവാദിത്തമുണ്ട്, പഴയ ബോർഡിന് മാത്രമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയെ സാമ്പത്തിക സ്രോതസ്സാക്കാൻ ശ്രമിച്ച സർക്കാരിൻ്റെ നടപടി തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറൊന്ന്, കഴിഞ്ഞ ദേവസ്വം ബോർഡ് കുറ്റക്കാരാണെങ്കിൽ അതേ സ്വർണ്ണപ്പാളിയും അതേ തകിടും കൊടുത്തയച്ച ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഒരു ഉത്തരവാദിത്വമില്ലേ? പഴയ ദേവസ്വം ബോർഡിന് ഇതെല്ലാം ബാധകമാകുമെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഇതൊന്നും ബാധകമല്ലേ? ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിലെ പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ED സമൻസ് അയച്ചതെന്ന് സൂചന. എന്നാൽ വിവേക് ഹാജരാകാതിരുന്നിട്ടും EDയുടെ തുടർ നടപടി നിലച്ചതിലെ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. സമൻസ് പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി ഇതുവരെ വിഷയത്തിൽ വിശദീകരണം നൽകിയിട്ടില്ല. 2023 മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ലൈഫ് മിഷൻ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ED സമൻസ് അയക്കുന്നത്. 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 EDയുടെ കൊച്ചി ഓഫീസിൽ എത്തണമെന്നായിരുന്നു സമൻസിലുള്ളത്. സ്വപ്ന സുരേഷിനും സരിത്തിനും ED നോട്ടീസ് കൊടുത്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്കാണ് സമൻസ് അയക്കുന്നത്. എന്നാൽ വിവേക് അന്ന് ഹാജരായിരുന്നില്ല. കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് വിവേകിന്റെ പേര് അന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സൂചിപ്പിച്ചിരുന്നതാണ്. വിവേക് ഹാജരാകാതിരുന്നിട്ടും EDയുടെ തുടർ നടപടി നിരച്ചതിലെ ദുരൂഹത തുടരുകയാണ്. മകന് സമൻസ് അയച്ചത് മുഖ്യമന്ത്രി പാർട്ടിയിലും വിശദീകരിച്ചില്ല എന്നാണ് വിവരം. സമൻസ് പുറത്തുവന്നിട്ടും മുഖ്യമന്ത്രി ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. എന്നാൽ ആരോപണങ്ങൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും മുഖ്യമന്ത്രിക്കെതിരെ എത്രയോ ആരോപണങ്ങൾ ഇതുപോലെ വന്നിരിക്കുന്നുവെന്നും മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. അതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഇങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഒരുപാട് ആക്ഷേപങ്ങൾ ഇതിൽ വന്നുകൊണ്ടിരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായിട്ട് എത്രയോ ആക്ഷേപങ്ങൾ കൊണ്ടുവന്ന് ഒരു ആക്ഷേപങ്ങൾ പോലും തെളിയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകന് എതിരായിട്ടും വന്നിരിക്കുന്ന ആക്ഷേപത്തെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. അതേസമയം വിഷയത്തിൽ ED തുടർ നടപടി സ്വീകരിക്കാത്തത് BJPയും CPMും തമ്മിലുള്ള ഒത്തുകളി മൂലമാണെന്ന ആക്ഷേപവും ഉയരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ മകനെതിരായ ED സമൻസിൽ പ്രതികരിച്ചു മന്ത്രി KN ബാലഗോപാൽ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം എന്തുകൊണ്ട് ഇതൊക്കെ പുറത്തു വരുന്നുവെന്നും സമൻസ് കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് തുടരന്വേഷണം നടത്തിയില്ല എന്നും മന്ത്രി ചോദിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈന്തപ്പഴം, സ്വർണ്ണക്കടത്ത്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ എന്നും ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. അല്ല, അതിനെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒന്നും അറിയാത്തൊരു കാര്യം ഒരു വാർത്ത വരുന്നു. അതിനെ സംബന്ധിച്ച് കൂടുതൽ പ്രതികരിക്കേണ്ട കാര്യം തന്നെ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സീരിയസ് ആയ കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വർഷത്തിന് ശേഷം ഇങ്ങനൊരു വാർത്തയായിട്ടല്ലല്ലോ വരേണ്ടത്. അപ്പൊ ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാം. ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ അടുത്ത ആഴ്ച വരും, അല്ലെങ്കിൽ അടുത്ത ഈ 2-3 ആഴ്ചക്കകം വരും. ഡേറ്റ് എന്താ വെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കും. അത് കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ അസംബ്ലി ഇലക്ഷനാണ്. ഇലക്ഷന്റെ സമയത്താണല്ലോ, കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്. ബിരിയാണി ചെമ്പിനകത്ത്, ഈന്തപ്പഴത്തിനകത്ത്, ഖുറാനകത്ത് ഒക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് എത്ര വാർത്തകളാണ് വന്നത്. എന്താ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മാത്രം ഇത്രയും ചില കാര്യങ്ങളും കഥകളും വരുന്നത്? എല്ലാ പ്രാവശ്യവും ആളുകളെ പറ്റിക്കാൻ പറ്റില്ല.
കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്കേറ്റ സംഭവത്തിൽ പോലീസിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു കോൺഗ്രസ്. അല്ലാത്തപക്ഷം പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് കോഴിക്കോട് DCCയുടെ തീരുമാനം. അതേസമയം പേരാമ്പ്രയിലുണ്ടായത് പോലീസിന്റെ സ്വാഭാവിക നടപടിയെന്നാണ് LDFന്റെ വാദം. ഈ വരുന്ന ചൊവ്വാഴ്ച LDF പേരാമ്പ്രയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കും. ഷാഫി പറമ്പിൽ എംപിക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പേരാമ്പ്ര DYSP ഉൾപ്പെടെയുള്ള പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. അല്ലാത്തപക്ഷം പ്രാദേശിക തലത്തിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് കോഴിക്കോട് DCCയുടെ തീരുമാനം. അതിനിടെ ഇന്നലെ കോൺഗ്രസ് പേരാമ്പ്രയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സിൽ വീണ്ടും പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. സംഭവത്തിൽ 325 പ്രവർത്തകർക്കെതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യായവിരോധമായി സംഘം ചേരുകയും പോലീസിനെതിരെ പ്രകോപന മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു എന്നാണ് FIR. എന്നാൽ ഷാഫിക്കെതിരെ ഉണ്ടായത് പോലീസിന്റെ സ്വാഭാവിക നടപടിയാണെന്നാണ് LDFന്റെ വാദം. പേരാമ്പ്രയിൽ നടന്നത് MPയുടെ കയ്യേറ്റമാണെന്നും ഷാഫി പറമ്പിൽ വന്നതിനു ശേഷമാണ് പോലീസിന് നേരെ അക്രമം നടന്നതെന്നും LDF നേതാക്കൾ പറയുന്നു. ഈ വരുന്ന ചൊവ്വാഴ്ച പേരാമ്പ്രയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം ചേരുമെന്നും LDF നേതാക്കൾ അറിയിച്ചു. അതേസമയം സംഘർഷത്തിൽ പരിക്കേറ്റ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ഷാഫിയെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ICUവിലേക്ക് മാറ്റി. സംസ്ഥാന സർക്കാരിനെതിരെ സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ള വിവാദം കത്തിനിൽക്കുമ്പോൾ ഷാഫി വിഷയത്തിൽ തുടർ പ്രതിഷേധം വേണ്ട എന്ന നിലപാടും കോൺഗ്രസിൽ നിന്നും ഉയരുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. സമരങ്ങൾക്കിടയിൽ പരിക്കുകളേൽക്കുന്നത് പുതിയ സംഭവമല്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ പോലീസ് കൈകാര്യം ചെയ്യും. ഇനി മുതൽ സമരം ചെയ്യുന്നവർ ഒരു കട്ട പൂവ് പോലീസുകാർക്ക് നൽകട്ടെ. കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ പൂവിട്ട് പൂജിച്ചുകൊള്ളണമെന്ന് പറയുന്നത് ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളിയെ പുച്ഛത്തോടെ കാണുന്നുവെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു. സമരം ചെയ്യുന്നതും സമരത്തിൻ്റെ ഫലമായി സംഘർഷം ഉണ്ടാവുന്നതും സംഘർഷത്തിൻ്റെ ഫലമായി സമരക്കാർക്കും പോലീസിനുമൊക്കെ തന്നെ പരിക്കേൽക്കുന്നതും ഒക്കെ തന്നെ പുതിയൊരു സംഭവമൊന്നുമില്ല. ഇത് ഷാഫി പറമ്പിന് പരിക്കേറ്റു എന്ന് പറഞ്ഞൊരു വാർത്ത ചില മാധ്യമങ്ങൾ കൊടുക്കുന്നത് കണ്ടാത്തൊന്നും ലോകത്താദ്യമായിട്ടാണ് ഈ മർദ്ദനം നടക്കുന്നതെന്ന്. സമരം ചെയ്യാൻ പോകുന്ന അവസരത്തിൽ ഇനി സമരം ചെയ്യുന്നൊരു കാര്യം ചെയ്യട്ടെ, ഒരു കുട്ട പൂവും കൂടെ വാങ്ങി പോലീസുകാർക്ക് കൊടുക്കട്ടെ. മലപ്പുറത്ത് വീണ്ടും ശൈശവ വിവാഹത്തിന് നീക്കം. മാറാക്കരയിൽ 14-കാരിയുടെ വിവാഹ നിശ്ചയം നടത്തിയതിനെ തുടർന്ന് പ്രതിശ്രുത വരൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തു. പെൺകുട്ടിയെ CWC ഏറ്റെടുത്തു. 2024-25 കാലയളവിൽ 18 ശൈശവ വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് വനിതാ ശിശുവികസന വകുപ്പിന്റെ കണക്കുകൾ. മലപ്പുറം മാറാക്കര മരവട്ടത്ത് ഇന്നലെയാണ് 14-കാരിയുടെ വിവാഹ നിശ്ചയം നടന്നത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ കാടാമ്പുഴ പോലീസ് കേസെടുക്കുകയായിരുന്നു. പ്രതിശ്രുത വരനും വീട്ടുകാർക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കുമെതിരെയാണ് കേസ്. കൂടാതെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്ത 10 പേർക്കുമെതിരെയും കേസുണ്ട്. പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു. 14-കാരിയുടെ വിവാഹ നിശ്ചയം നടക്കുന്നതറിഞ്ഞ പരിസരവാസികളാണ് പോലീസിൽ വിവരം അറിയിച്ചത്. നേരത്തെ ശൈശവ വിവാഹം വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്തിരുന്ന ജില്ലയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഇത്തരം സംഭവങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇതിനിടയിലാണ് വീണ്ടും ശൈശവ വിവാഹം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ 2 വർഷത്തെ അപേക്ഷിച്ച് 2024-25 സംസ്ഥാനത്ത് ബാലവിവാഹങ്ങൾ വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഈ വർഷം ജനുവരി 15 വരെ 18 ശൈശവ വിവാഹങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് വനിതാ ശിശു വികസന വകുപ്പിന്റെ കണക്കുകൾ. ഈ വർഷം റിപ്പോർട്ട് ചെയ്ത 18 കേസുകളിൽ 10ഉം തൃശൂരിലാണ്. ഇത്തരം സംഭവങ്ങളിൽ കർശന നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അമൃത ന്യൂസ്, മലപ്പുറം. പശ്ചിമബംഗാളിൽ MBBS വിദ്യാർത്ഥി പീഡനത്തിനിരയായ സംഭവത്തിൽ രാഷ്ട്രീയ പോര് മുറുകുന്നു. സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസാണ് പീഡനത്തിന് പിന്നിലെന്നുമാണ് BJPയുടെ ആരോപണം. പാർട്ടിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്ന് TMCയും പറയുന്നു. അതിനിടെ സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് പശ്ചിമബംഗാളിൽ 2ാം വർഷ MBBS വിദ്യാർത്ഥി കൂട്ട ബലാത്സംഗത്തിന് ഇരയായത്. IQCT മെഡിക്കൽ കോളേജിലെ ഒഡീഷ സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് ക്രൂരപീഡനം ഏൽക്കേണ്ടി വന്നത്. സംഭവത്തിൽ 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. സുഹൃത്തിനൊപ്പം ക്യാമ്പസിന് പുറത്തേക്കെത്തിയ വിദ്യാർത്ഥിയെയാണ് ഒരു സംഘം ആളുകൾ ചേർന്ന് ഇരയാക്കിയത്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ സുഹൃത്തും പോലീസ് നിരീക്ഷണത്തിലാണ്. മെഡിക്കൽ കോളേജിലെ ജീവനക്കാരെ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു വരുന്നു. പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട ഡോക്ടർമാരുടെ സംഘടന ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം വിഷയത്തിൽ രാഷ്ട്രീയ പോര് രൂക്ഷമാവുകയാണ്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില തകർന്നതിന്റെ ഉദാഹരണമാണ് സംഭവമെന്ന് BJP ആരോപിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ ബംഗാൾ സർക്കാർ പരാജയമെന്നും ജീവൻ പണയം വച്ചാണ് ബംഗാളിലെ സ്ത്രീകൾ കഴിയുന്നതെന്നും BJP ആരോപിക്കുന്നു.
അതേസമയം രാഷ്ട്രീയ ചർച്ചകൾക്കുള്ള സമയമല്ല ഇതെന്നും അന്വേഷണം ശരിയായി മുന്നോട്ടു പോകുന്നുവെന്നും ബംഗാൾ മന്ത്രി ശശി പഞ്ച പറഞ്ഞു. ഒഡീഷയിലും മണിപ്പൂരിലും സ്ത്രീകൾക്കെതിരായ അതിക്രമം നടന്നപ്പോൾ BJPയും കേന്ദ്രമന്ത്രിമാരും എവിടെയായിരുന്നുവെന്നും മന്ത്രി ചോദിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഈജിപ്തിലെ ഷാമൽ ഷെയ്ഖിലുണ്ടായ വാഹനാപകടത്തിൽ 3 ഖത്തർ നയതന്ത്ര ഉദ്യോഗസ്ഥർ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. ഗസയിൽ ഹമാസ് ഇസ്രയേൽ വെടിനിർത്തൽ കരാർ അന്തിമ ചർച്ചകൾക്കായി പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. മരണത്തിൽ കെയ്റോയിലെ ഖത്തർ എംബസി ദുഃഖം രേഖപ്പെടുത്തി. പരിക്കേറ്റ 2 പേർ നിലവിൽ ചികിത്സയിലാണ്. ബന്ദി കൈമാറ്റത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഗാസയിലെ ജനങ്ങൾ. ബന്ദി കൈമാറ്റം തുടങ്ങുന്നത് സംബന്ധിച്ച് ഇന്ന് വൈകിട്ടോടെ തീരുമാനത്തിലെത്തും. ഈജിപ്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുന്നതോടെ ബന്ദി കൈമാറ്റം തുടങ്ങുകയും സമാധാന കരാർ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യും. ഗാസയിലെ സമാധാന പ്രഖ്യാപനത്തിനായി ട്രംപ് ഇന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെടും. ഈജിപ്തും ഇസ്രയേലും ട്രംപ് സന്ദർശിക്കും. ഇസ്രയേൽ പാർലമെന്റിൽ പ്രസംഗിക്കുകയും ചെയ്യും. നാളെയാണ് ഗാസ വെടിനിർത്തൽ കരാർ ഒപ്പിടുന്നതിനുള്ള ഉച്ചകോടി. 20 ലോക നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. ഭരണഘടന നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ശക്തിപ്പെടുത്തിയ ചരിത്രപരമായൊരു നിയമനിർമ്മാണമുണ്ട്: വിവരാവകാശം. വിവരാവകാശ നിയമനിർമ്മാണം നടന്നിട്ട് ഇന്നേക്ക് 1/4 നൂറ്റാണ്ട്. വിവരാവകാശ നിയമനിർമ്മാണം നടന്നിട്ട് 1/4 നൂറ്റാണ്ടിന് ഇപ്പുറവും പൗരന്റെ അവകാശങ്ങൾ പലവിധ വെല്ലുവിളികൾ നേരിടുകയാണ്. പൊതു അധികാര സ്ഥാപനങ്ങളുടെ കൈവശമുള്ള വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും ലഭ്യമാക്കുന്നതിനും പൊതു അധികാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തിൽ സുതാര്യതയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിലനിർത്തുന്നതിനും അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുമുള്ള വിവരാവകാശ നിയമം ഭരണഘടനാ പ്രകാരമോ ലോക്സഭയുടെയോ നിയമസഭകളുടെയോ നിയമം വഴിയോ സർക്കാർ വിജ്ഞാപനം വഴിയോ നിലവിൽ വന്നതോ രൂപീകരിക്കപ്പെട്ടതോ ആയ എല്ലാ അധികാരികളും സ്ഥാപനങ്ങളും സർക്കാരിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ സഹായധനം ലഭിക്കുന്ന സർക്കാർ ഇതര സംഘടനകളും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരും. സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ സഹായധനം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ അധീനതയിലുള്ള ഒരു ജോലിയോ പ്രമാണമോ രേഖയോ പരിശോധിക്കുന്നതിനുള്ള അവകാശം, രേഖയുടെയോ പ്രമാണത്തിൻ്റെയോ കുറിപ്പുകളോ സംക്ഷിപ്തമോ എടുക്കൽ, സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ മുതലായ രൂപത്തിൽ പകർപ്പായി ലഭിക്കാനും ഏതൊരു പൗരനും അവകാശമുണ്ടെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു. എന്നിട്ടും ജൂൺ 30 വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ രാജ്യത്ത് 4.13 ലക്ഷം അപ്പീലുകളാണ് കെട്ടിക്കിടക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്? ആരാണ് അതിന് ഉത്തരവാദി? ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യ ലവ് ജിഹാദ് അല്ലെന്ന് പോലീസ്. കേസിൽ പ്രതിയായ റമീസ് പെൺകുട്ടിയെ നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഈ ആഴ്ച മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. കോതമംഗലത്ത് 23-കാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടില്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രണയം തുടരാനാകില്ലെന്ന മനോവിഷമത്തിലാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. കേസിൽ ഈ ആഴ്ച കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. ആൺസുഹൃത്തായ റമീസ് പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന്റെ നിരാശയിലാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. കേസിൽ റമീസിന് പുറമെ റമീസിന്റെ മാതാപിതാക്കളും പ്രതികളാണ്. റമീസിനും മാതാപിതാക്കൾക്കും പുറമെ റമീസിന്റെ സുഹൃത്തായ സഹദും അറസ്റ്റിലായിരുന്നു. കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നതിനാണ് റമീസിന്റെ സുഹൃത്തിനെ അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യ പ്രേരണാ കുറ്റമാണ് റമീസിന്റെ മാതാപിതാക്കൾക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ജമ്മുകാശ്മീരിലെ രാജ്യസഭാ സീറ്റിലേക്കുള്ള 3 സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചു. സത്പാൽ ശർമ്മ, ഗുലാം മുഹമ്മദ് മിർ, രാകേഷ് മഹാജൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. BJP സംസ്ഥാന അധ്യക്ഷനാണ് സത്പാൽ ശർമ്മ. പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷനാണ് രാകേഷ് മഹാജൻ. ഈ മാസം 24-നാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. 2021 ഫെബ്രുവരി മുതൽ ജമ്മുകാശ്മീരിലെ 4 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകൾ കേരളത്തിലേക്ക് തിരികെ എത്തുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെയും തൊഴിൽ ബിസിനസ് സാധ്യതകളുടെയും വ്യക്തമായ സൂചനയാണെന്ന് മന്ത്രി പി രാജീവ്. ഉയർന്ന നിലവാരമുള്ള തൊഴിലവസരങ്ങൾ ഇവിടെ വർദ്ധിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ പ്രതിഭാസമെന്നും മന്ത്രി പറഞ്ഞു. F9 ഇൻഫോടെക് സംഘടിപ്പിച്ച കേരള സൈബർ സുരക്ഷാ ഉച്ചകോടി 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെയും കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെയും സഹകരണത്തോടെയാണ് KCSS 2025 സംഘടിപ്പിച്ചത്. KSUM ഡയറക്ടർ ലഫ്റ്റനന്റ് കമാൻഡർ സജിത് കുമാർ EV, സോഫോസ് ഡയറക്ടർ ഗോപൻ ശിവശങ്കരൻ, F9 ഇൻഫോടെക് CEO ജയകുമാർ മോഹനചന്ദ്രൻ തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ സംസാരിച്ചു. ഇന്ത്യ
ഇന്ത്യക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസ് 248 റൺസിന് പുറത്ത്. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 518 റൺസിന് മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ വിൻഡീസ് 248 റൺസിന് ഓൾ ഔട്ടായി. 270 റൺസിന്റെ കൂറ്റൻ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയ ഇന്ത്യ വിൻഡീസിനെ ഫോൾ ഓൺ ചെയ്യിപ്പിച്ചു. വിൻഡീസ് വിക്കറ്റ് നഷ്ടമാകാതെ 14 റൺസ് എടുത്തിട്ടുണ്ട്. 5 വിക്കറ്റ് എടുത്ത കുൽദീപ് യാദവിന്റെയും 3 വിക്കറ്റ് എടുത്ത രവീന്ദ്ര ജഡേജയുടെയും മിന്നും പ്രകടനമാണ് വിൻഡീസിനെ 248-ന് ഒതുക്കിയത്. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.